ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രീൻ്റെ അഞ്ചാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ കെമിസ്ട്രിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇലക്ട്രോ കെമിസ്ട്രി എന്താണ്, അതിൻ്റെ കുറച്ച് ഇൻട്രഡക്ഷനും പിന്നെ ഒരു ടൈപ്പ് ഓഫ് സെല്ലും നമ്മളിന്ന് പഠിക്കും. ഓക്കെ, അപ്പം ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഡെയിലി ലൈഫ് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള സെൽസാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ബാറ്ററീസ് എന്ന് വിളിക്കും. അപ്പം ആ ബാറ്ററീസിൽ എന്താ നടക്കുന്നത്, എങ്ങനെയാണ് അവിടെ ഈ ചേഞ്ചസ് ഉണ്ടാവുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അപ്പം പല ടൈപ്പ് സൈസുള്ള ബാറ്ററീസാണ്. എ ട്രിപ്പിൾ എ സി അങ്ങനത്തെ ബട്ടൺ സെല്ല്, അങ്ങനെ കുറേ ടൈപ്പ് സെൽസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവർ എങ്ങനെയാണ് ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പം എന്താണ് ഈ സെൽസ് ഓഫ് ബാറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പവർ സോഴ്സസ് എന്ന് പറയും. നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഇലക്ട്രിക്കലും ഇലക്ട്രോണിക് ഡിവൈസസിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പവർ സോഴ്സ് എന്ന് പറയും. ഈ പവർ സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവരൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ. ലാമ്പിൽ എമർജൻസി ലാമ്പ് ഉണ്ടാവും, വാച്ച് ഉണ്ടാവും, ക്ലോക്ക് ഉണ്ടാവും, റിമോട്ട് കൺട്രോൾ ഉണ്ടാവും, മ്യൂസിക് ഡിവൈസ്, ഹെഡ്ഫോൺ, കുറേ മാതിരി കാര്യങ്ങളൊക്കെ നമുക്ക് കറണ്ട് വേണം. ഇനിയിപ്പം കറണ്ട് ഇല്ലെങ്കിലും മെയിൻ സപ്ലൈ ലൈൻ ഇല്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ സ്റ്റോറേജ് ബാറ്ററീസൊക്കെ അല്ലേ. അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ആരെങ്കിലും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ സെൽസ് ഇലക്ട്രിക്കൽ എനർജിനെ സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് ആവശ്യമനുസരിച്ച് ഇവർ നമുക്ക് അവൈലബിൾ ആയിട്ട് തരുന്നത്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള നടക്കുന്ന റീസൺ? അതിൻ്റെ മെയിൻ റീസൺ എന്താ? ഇവരിൽ നടക്കുന്ന ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസാണ്. ഇതിനകത്ത് കെമിക്കൽസ് ഉണ്ടാവും. ആ കെമിക്കൽസിൽ ഉണ്ടാവുന്ന റിയാക്ഷൻസാണ് ഇവർ ആ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഇലക്ട്രോ കെമിസ്ട്രി എന്താണെന്ന് നോക്കാം. അപ്പം കെമിക്കൽ റിയാക്ഷൻസിൽ കൂടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറ്റിയും അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ നമുക്ക് നടത്താൻ സാധിക്കും എന്നീ കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് എന്ത്, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ ഇലക്ട്രോ കെമിസ്ട്രി? ഇലക്ട്രോ കെമിസ്ട്രി ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡീസ് ഓൺ ദ പ്രോസസ്സസ് ദാറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. പ്രോസസ്സസ് അല്ലേ, ഏത് പ്രോസസ്സ് കൂടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത് കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട്. അത് മാത്രമല്ല, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് എന്ത്, ഇലക്ട്രോ കെമിസ്ട്രി. ഇനി അടുത്തത് എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടും അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തി അതുകൊണ്ട് നമുക്ക് വേറെ പലതരത്തിലുള്ള ഉപയോഗം എങ്ങനെയൊക്കെ സാധിക്കും അല്ലേ, എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, അങ്ങനത്തെ ഡിവൈസ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽസ് ദാറ്റ് മേക്സ് സച്ച് ചേഞ്ചസ് പോസിബിൾ. എവിടെയാണോ ഈ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നത്, അവയെ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്ന് പറയും. ഓക്കെ, ഈ ഇലക്ട്രിക്കൽ സെൽസ് നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം, ഗാൽവനിക് സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഇലക്ട്രോളിറ്റിക് സെൽസ്, രണ്ടാമത് നമ്മൾ പഠിക്കാം. ആദ്യം നമ്മൾ ഈ ഗാൽവനിക് സെൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ രണ്ട് ബീക്കേഴ്സ് ഉണ്ട്, അതിന് ഹാഫ് സെൽസ് എന്ന് പറയും. ഇത് രണ്ടും കൂടിയതാണ് നമ്മളുടെ ഒരു കംപ്ലീറ്റ് സെൽ എന്ന് പറയുന്നത്. ഗാൽവനിക് സെല്ല് എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഒരു ബീക്കറിൻ്റെ അകത്ത് ഇവിടെ വെച്ചിട്ട് ഇതാണ് നമ്മളുടെ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റെഡ് കളറുള്ളതും ഒരു ഗ്രേ കളറുള്ളതും നിങ്ങൾക്ക് രണ്ടും കാണാൻ സാധിക്കും. ഇവരെ നമ്മൾ ഇലക്ട്രോഡ് എന്ന് പറയും. ഈ ഇലക്ട്രോഡ് എന്താണോ മെറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇവിടെ യൂസ് ചെയ്ത സിങ്ക്, ഇവിടെ യൂസ് ചെയ്ത കോപ്പറാണ്. ഇവരുടെ എൻ്റെ സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയും. സിങ്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ സിങ്ക് സൾഫേറ്റ് എടുക്കും, കോപ്പർ എടുക്കുകയാണെങ്കിൽ കോപ്പർ സൾഫേറ്റ് എടുക്കും. അതാണ് അവരുടെ സോൾട്ട് സൊല്യൂഷൻസ് പറയുന്നത്. ഇവരുടെ പ്രത്യേക സോൾട്ട് സൊല്യൂഷനകത്ത് നമ്മൾ ഈ രണ്ട് ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു യു ഷേപ്പുള്ളൊരു ട്യൂബ് വെച്ച് കാണാം അല്ലേ. ഈ യു ഷേപ്പുള്ള ട്യൂബിനെ വിളിക്കുന്ന പേരാണ് സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ബ്രിഡ്ജ്. അപ്പം നിങ്ങൾ പല കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ടൈപ്സൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. റിഡക്ഷൻ റിയാക്ഷൻ, ഓക്സിഡേഷൻ, ഡീകമ്പോസിഷൻ, കുറേ ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റെഡോക്സ് റിയാക്ഷനാണ്. അപ്പോൾ ഇലക്ട്രോൺസ് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഇലക്ട്രോളിറ്റിക് സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു സോൾട്ട് ബ്രിഡ്ജ് എന്ന സാധനം ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊരു ഹോളോ ട്യൂബാണ്. ഇതിനകത്ത് എഗാർ വെച്ചിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ നിറച്ചിട്ടുണ്ടാവും. അവർ എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും.
അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ബൾബ് LED നമ്മളിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ LED ഗ്രോ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവർ തമ്മിൽ നടന്ന കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഇതിൻ്റെ അകത്തൊരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇവയാണ് നമ്മൾ എന്താ പറയുക ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായി ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസസിനെ വിളിക്കുന്ന പേരാണത്. അപ്പോൾ അതിൻ്റെ പല ടൈപ്സും ഉണ്ട്, അല്ലെങ്കിൽ പല എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡാനിയൽ സെൽ എന്താണ്? ഒരു ഗാൽവനിക് സെല്ലാണ്. ആ ഗാൽവനിക് സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മളിപ്പം പഠിക്കും. ആദ്യം ഗാൽവനിക് സെൽ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനകത്ത് എന്താ സംഭവിക്കുന്നത് അതും ഓർമ്മിച്ച് വെക്കുക. എന്താ ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗാൽവനിക് സെൽ എന്ന് പറയുന്ന ഡിവൈസാണ്. അതെന്താ ചെയ്യുന്നത്? കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. പിന്നെ ഡാനിയൽ സെല്ലാണ് ഗാൽവനിക് സെല്ലിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പം ഇവിടെ നമുക്ക് ആ ബൾബ് ഗ്ലോ ചെയ്തപ്പോൾ മനസ്സിലായി ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ക്ലിയറായി നമുക്ക്. ഇനി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സോൾട്ട് ബ്രിഡ്ജ് എന്താണെന്നുള്ളത്. സോൾട്ട് ബ്രിഡ്ജ് പറഞ്ഞാൽ എന്താണ്? ഈ ഓക്സിഡേഷൻ നടക്കുന്നൊരു പാർട്ടും റിഡക്ഷൻ നടക്കുന്നൊരു പാർട്ടും ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ? അതാണ് ഹാഫ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഹാഫ് സെല്ലിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണക്ഷനാണ് എന്ത്? സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ സോൾട്ട് ബ്രിഡ്ജ് ഇപ്പുറത്തുള്ള 2 സോൾട്ട് സൊല്യൂഷൻസിനെ മിക്സ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇതുകൂടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ മാത്രമേ പോസിബിൾ ആവുള്ളൂ. സോൾട്ട് ബ്രിഡ്ജ് എന്താണെന്നുള്ളത് സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്, മനസ്സിലാക്കി വെക്കാം. ഇനി ഇവിടെ നമ്മൾ LED ബൾബിൻ്റെ പകരം എന്താ അവിടെ കണക്ട് ചെയ്തിട്ടുള്ള ഗാൽവനോമീറ്ററാണ് അല്ലേ? ഗാൽവനോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2 ടെർമിനൽസ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ടെർമിനലുണ്ട്, മറ്റ് നെഗറ്റീവ് ടെർമിനൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്, സിങ്ക് ഇലക്ട്രോഡ് ഉണ്ട്, കോപ്പർ ഇലക്ട്രോഡ് ഉണ്ട്, സിങ്ക് സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ് അല്ലേ? ഇനി ഇവരെ പോസിറ്റീവ് ടെർമിനലിൽ ഇലക്ട്രോഡ്സിൻ്റെ പോസിറ്റീവ് ടെർമിനലും അതേപോലെ ഗാൽവനോമീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലും കണക്ട് ചെയ്ത്, അതേപോലെ സിങ്ക് ഇലക്ട്രോഡിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആയിട്ടാണ് വരുന്നത്, അത് ഗാൽവനോമീറ്റർ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ വെച്ചാൽ ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് ഇത് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പം കോപ്പർ റോഡിനെ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു, അതേപോലെ സിങ്ക് റോഡ് നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിലേക്ക് ഗാൽവനോമീറ്റർ നീഡ് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന കാണാം, പോസിറ്റീവ് ടെർമിനലിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ സിങ്ക് റോഡിൻ്റെ അകത്തുനിന്ന് കോപ്പർ ഇലക്ട്രോഡിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇലക്ട്രോണിൻ്റെ മോഷൻ്റെ ഡയറക്ഷനാണ് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സിങ്കിൻ്റെ അകത്തുനിന്ന് കോപ്പർ റോഡിൻ്റെ അകത്തേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അല്ലേ? മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനലാണ് അല്ലേ? അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഇലക്ട്രോണിൻ്റെ ഫ്ലോ എങ്ങോട്ടേക്കാണ്, കറണ്ടിൻ്റെ ഫ്ലോ എങ്ങോട്ടേക്കെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇലക്ട്രോൺ ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഗാൽവനോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ എങ്ങോട്ടേക്കാണ്? പോസിറ്റീവ് ടെർമിനലിൻ്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? സിങ്ക് റോഡിൻ്റെ അകത്തുനിന്ന് കോപ്പറിൻ്റെ ഭാഗത്തേക്കാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. പക്ഷേ കറണ്ട് എവിടെയാണ് മൂവ് ചെയ്യുന്നത്? ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ. അത് ഓർമ്മിക്കുക. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇലക്ട്രോണിൻ്റെ ഡയറക്ഷനും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷനും. ഇത് നിങ്ങൾ ഉറപ്പിച്ച് അവിടെ വെക്കുക. ഓക്കെ, ഇനി ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ഓരോ ഇലക്ട്രോഡിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മളിവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. സിങ്ക് ഇലക്ട്രോഡിൽ എന്താ സംഭവിക്കുന്നത്? സിങ്ക് ഇലക്ട്രോഡിൽ സിങ്ക് 2++2 ഇലക്ട്രോൺ, സിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? 2 ഇലക്ട്രോണിനെ അവിടെ ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഈ ലോസ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാണ്? ഓക്സിഡേഷനാണോ റിഡക്ഷനാണോ അല്ലേ? എന്താ ലോസ് ഓഫ് ഇലക്ട്രോൺസ് കാണിക്കുന്നത്? അതൊരു ഓക്സിഡേഷൻ റിയാക്ഷനാണ്. ഓക്കെ, ഓക്സിഡേഷൻ മീൻസ് എന്താണത്? ലോസ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ സിങ്ക് 2 ഇലക്ട്രോണെ ലോസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതെന്ത് ടൈപ്പ് റിയാക്ഷനായി? ഓക്സിഡേഷൻ റിയാക്ഷനായി. ഇനി കോപ്പർ ഇലക്ട്രോഡിൽ നടക്കുന്ന എന്താ? കോപ്പർ Cu2+ ആണ് ഉണ്ടായിരുന്നത്. സിങ്ക് ലോസ് ചെയ്ത 2 ഇലക്ട്രോൺ ആരെ ഗെയിൻ ചെയ്യും? കോപ്പർ ഗെയിൻ ചെയ്യും. എന്നിട്ട് അത് കോപ്പർ Cu ആയി മാറും, കോപ്പർ മെറ്റലായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലേ? ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്ത് റിയാക്ഷനാണ്? റിഡക്ഷൻ റിയാക്ഷനാണ്.
ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്ന എവിടെയാണ്? സിങ്ക് ഇലക്ട്രോഡിലാണ്. റിഡക്ഷൻ നടക്കുന്ന എവിടെയാണ്? കോപ്പർ ഇലക്ട്രോഡാണ്. അപ്പോൾ ഈ രണ്ട് പുതിയ ടേംസ് ഇവിടെ പഠിച്ചു വെക്കുക. ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണോ അത് നമ്മൾ വിളിക്കുന്ന പേര് ആനോഡ്. Electrode where oxidation occurs is called anode and the electrode where reduction occurs is called the cathode. എവിടെയാണോ റിഡക്ഷൻ നടക്കുന്നത്, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നത്, അത് കാഥോഡും. എവിടെയാണ് ലോസിങ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നത്, അത് ആനോഡും ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഡാനിയൽ സെല്ലിൽ ആകെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്, അതിൻ്റെ ഒരു സമ്മറിയാണത്. അപ്പോൾ ആനോഡിൽ എന്താ നടക്കുന്നത്? സിങ്ക് Zn2+ഉം 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. കോപ്പർ 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് Cu ആയി മാറും. സെൽ റിയാക്ഷൻ മൊത്തം നമ്മൾ എടുക്കുമ്പം Zn+Cu2+ ഗീവ്സ് Zn2++ Cu. അപ്പോൾ ഇതാണ് ടോട്ടൽ റിയാക്ഷൻ ഇതിനകത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഫൈനലായിട്ട് പറയുന്നത് എന്താ? ഇലക്ട്രിക് കറണ്ട് ഇസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഗാൽവനിക് സെൽ. ഗാൽവനിക് സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന റിഡോക്ഷൻ റിയാക്ഷൻ കാരണമാണ് കറണ്ട് അവിടെ ഉണ്ടാവുന്നത്. എവിടെ? ഗാൽവനിക് സെല്ലിൽ. അപ്പോൾ വാട്ട് ഈസ് ദ റീസൺ ഓഫ് പ്രൊഡ്യൂസിങ് ഇലക്ട്രിക് കറണ്ട് ഇൻ ഗാൽവനിക് സെൽ? ഇറ്റ് ഈസ് ഡ്യൂ ടു റിഡോക്സ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ഇറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ ഡിഫറെൻറ്റ് ഡാനിയൽ സെൽസ് കാണാം നിങ്ങൾക്ക്. ഒന്നിൽ അലൂമിനിയം ഇലക്ട്രോഡ്, സിൽവർ ഇലക്ട്രോഡ്, മെഗ്നീഷ്യം ഇലക്ട്രോഡ്. ആദ്യത്തിൽ അലൂമിനിയം സൾഫേറ്റ്, രണ്ടിൽ സിൽവർ നൈട്രേറ്റ്, മൂന്നാമത്തിൽ മെഗ്നീഷ്യം സൾഫേറ്റ്. ഓരോ മെറ്റലും അവരുടെ സോൾട്ട് സൊല്യൂഷനാണ് എടുത്തിട്ടുള്ളത് അല്ലേ. ഇനി ഇൻ ദ ഡാനിയൽ സെൽ നേരത്തെ നമ്മൾ ചെയ്ത സിങ്ക് കോപ്പറും ഒഴിവാക്കി അതിന് പകരം നമ്മൾ ഇവരുടെ ഒരു കോമ്പിനേഷൻ എടുക്കാനാണ് പറയുന്നത്. എന്നിട്ട് അവരവരുടെ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ ഡിപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ കണക്റ്റിംഗ് ഈച്ച് ടു ദ കോപ്പർ റോഡ് ഇമേഴ്സ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ്. അതായത് ആദ്യം അലൂമിനിയം സൾഫേറ്റും കോപ്പർ സൾഫേറ്റും ഉള്ള ഒരു ഡാനിയൽ സെല്ല് നോക്കാം. രണ്ടാമത്തേൽ സിൽവർ നൈട്രേറ്റും കോപ്പർ സൾഫേറ്റും, മൂന്നാമത്തേൽ മെഗ്നീഷ്യം സൾഫേറ്റും കോപ്പർ സൾഫേറ്റും. ഓക്കെ, എന്നിട്ട് ആ റീഡിങ് എങ്ങനെയാണ് വരിക നമുക്കൊരു ടേബിൾ വഴി പഠിച്ച് വെക്കണം. ഓക്കെ, മനസ്സിലാക്കി വെക്കണം. അപ്പം ആദ്യത്തെ പെയർ എന്താണ്? അലൂമിനിയം കോപ്പറും ആണ് ഫസ്റ്റ് പെയർ വരുന്നത്. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. അവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ അലൂമിനിയം 3 ഇലക്ട്രോണ് ലോസ് ചെയ്യും. ഓക്കെ, അലൂമിനിയം എന്താ ചെയ്യുക? അപ്പോൾ ആദ്യം നമ്മളെടുത്ത് ചോദിച്ച് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? അലൂമിനിയം ടു കോപ്പർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ ആനോഡ് എടുക്കുക. ലോസ് ചെയ്യുന്നത് എവിടെയാണ്? അലൂമിനിയത്തിലാണ്. ഗെയിൻസ് എവിടെയാണ്? കോപ്പറിലാണ്. അപ്പോൾ കാഥോഡിലാണ് ഗെയിൻ ചെയ്യുന്നത് നടക്കുന്നത്. ആനോഡ് റിയാക്ഷൻ, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? അലൂമിനിയം എന്ത് ചെയ്യുന്നുണ്ട്? അലൂമിനിയം 3 ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അലൂമിനിയം ഇസ് കൺവേർട്ടഡ് ഇൻ ടു Al3+ പ്ലസ് 3 ഇലക്ട്രോൺസ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനോ കോപ്പർ 2+, Cu2+ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിന്ന് 2 ഇലക്ട്രോണിനെ അങ്ങോട്ട് ഗെയിൻ ചെയ്യും. എന്നിട്ട് കോപ്പറായിട്ട് മാറും. +2 electrons and becomes copper. സെൽ റിയാക്ഷൻ, അവിടെ നടക്കുന്ന ആകെ സെൽ റിയാക്ഷൻ എന്തായിരിക്കും? അലൂമിനിയം പ്ലസ് കോപ്പർ, അലൂമിനിയം പ്ലസ് കോപ്പർ. ഇത് കുറച്ച് ഫുൾ ചെയ്തതുകൊണ്ട് ചിലപ്പം ചെറുതായിട്ടായിരിക്കും, നിങ്ങൾ ക്ഷമിക്കുക. Al2+, രണ്ടിൻ്റെയും കോമ്പിനേഷൻ അവിടെ വരുന്നത്. ഓക്കെ, Al3++ Cu. ഓക്കെ, ഇതാണ് ടോട്ടൽ സെൽ റിയാക്ഷൻ. മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് നമുക്ക് കിട്ടുക 2 വോൾട്ട് ആയിരിക്കും. 2 വോൾട്ട് കിട്ടുക നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? സിൽവറും കോപ്പറും. അപ്പോൾ ഇവിടെ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ അടുത്ത ഭാഗത്ത് പഠിക്കും. ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ സിൽവർ കോപ്പറിനെ കാട്ടിയും റിയാക്ടിവിറ്റി കുറഞ്ഞതാണ്. അപ്പോൾ നേരെ തിരിച്ചുള്ള ഡയറക്ഷനിലായിരിക്കും ഇവിടെ എന്ത് നടക്കുക? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് നടക്കുക. അതായത് കോപ്പറിൽ നിന്ന് സിൽവറിൻ്റെ അടുത്തേക്കായിരിക്കും ആര് പോവുക? ഇലക്ട്രോൺസ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആനോഡ് കോപ്പറായി, സിൽവർ കാഥോഡായി. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താ? Cu 2 ഇലക്ട്രോണിൽ ലോസ് ചെയ്യും. Cu gives 2++2 ഇലക്ട്രോൺ. കോപ്പറിൻ്റെ അടുത്ത് 2 ഇലക്ട്രോൺ നഷ്ടമാവും. സിൽവർ എന്ത് ചെയ്യും? സിൽവറിൻ്റെ വാലൻസി 1 ആണ്. സിൽവർ
-1 ആയിരുന്നു. അത് ഒരു ഇലക്ട്രോണിനെ അങ്ങോട്ട് ഇട്ട് അവിടെ +1 ആണ് സിൽവർ. അത് ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് സിൽവറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ സെൽ റിയാക്ഷൻ എന്തായിരിക്കും? കോപ്പർ പ്ലസ് സിൽവർ +1 ആണ് ഇവിടെ മുകളിൽ, ഗീവ്സ് കോപ്പർ Cu2++ Ag, Cu2++ Ag. അപ്പോൾ ഇവിടെ അപ്രോക്സിമേറ്റ്ലി ആകെ കിട്ടുന്നത് 0.46 വോൾട്ടേ ഉള്ളൂ. വോൾട്ടേജ് കുറവാണ്. ഓക്കെ, രണ്ടുപേരും റിയാക്ടിവിറ്റീസിൽ താഴെ വരുന്നതുകൊണ്ട് അത്ര ഇലക്ട്രോൺസ് സിൽവർ അങ്ങനെ പെട്ടെന്ന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന റിയാക്ഷനൊന്നും അത്ര പെട്ടെന്ന് പങ്കെടുക്കില്ല. ഇനി മെഗ്നീഷ്യം കോപ്പറിനെ കാട്ടിയും റിയാക്റ്റീവ് കൂടുതലുള്ള മെറ്റലാണ്. അപ്പോൾ മെഗ്നീഷ്യത്തിനകത്തു നിന്നായിരിക്കും കോപ്പറിലേക്ക് ഇലക്ട്രോൺ മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പം ആനോഡ് എന്താണ്? മെഗ്നീഷ്യമാണ്. കാഥോഡ് എന്താണ്? കോപ്പറാണ്. അപ്പോൾ മെഗ്നീഷ്യം ഇവിടെ റിയാക്റ്റീവ് ആയതുകൊണ്ട് 2 ഇലക്ട്രോൺസിനെ മെഗ്നീഷ്യം ലോസ് ചെയ്യും. Mg2++2 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. കാഥോഡിൽ ഈ 2 ഇലക്ട്രോൺ ആര് ഗെയിൻ ചെയ്യും? കോപ്പർ ഗെയിൻ ചെയ്യും. Cu2+ ആയിരുന്ന കോപ്പർ എന്ത് ചെയ്യുന്നുണ്ട്? ആ 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കോപ്പർ മെറ്റലായിട്ട് മാറും. ഇനി ഇവിടെ നടക്കുന്ന ആകെ റിയാക്ഷൻ എന്താ? മെഗ്നീഷ്യം പ്ലസ് Cu2+ ഗീവ്സ് Mg2+ Cu. ഓക്കെ, ഇതാണ് കുറച്ചും കൂടി കൂടുതൽ, ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 2.86 വോൾട്ട് നമുക്കിവിടെ കിട്ടുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പം ഇതാണ് ഡാനിയൽ സെല്ലിൽ നമ്മൾ ഓരോ പ്രാവശ്യം കോപ്പറിൻ്റെ കൂടെ ഡിഫറെൻറ്റ് മെറ്റൽസിൻ്റെ സോൾട്ട് സൊല്യൂഷൻ എടുത്ത് നോക്കുമ്പം കാണാൻ പറ്റുന്ന റിയാക്ഷൻസും കിട്ടുന്ന വോൾട്ടേജും. ക്ലിയർ ആയല്ലോ? ഇനി which has higher value of voltage, zinc copper galvanic cell or aluminum copper galvanic cell? ഏതിലാണ് കൂടുതൽ വാല്യൂ ഉണ്ടായിരുന്നത്? സിങ്ക് കോപ്പറാണോ അലുമിനിയം കോപ്പറാണോ? അപ്പോൾ നമ്മൾ കണ്ടു ഇവ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടി ഹയർ വാല്യൂ കിട്ടുന്നത് അലൂമിനിയം കോപ്പർ ഗാൽവനിക് സെല്ലിലാണ്. അലുമിനിയം കോപ്പർ ഗാൽവനിക് സെല്ലാണ് കുറച്ചും കൂടി ഹയർ വോൾട്ടേജ് കിട്ടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അലൂമിനിയത്തിൻ്റെ പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യാനുള്ളത്, ഇലക്ട്രോണെ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അത് സിങ്കിൻ്റെ കാട്ടിയും ഗ്രേറ്റർ ആയിരിക്കും. കാരണം അലൂമിനിയം സിങ്കിൻ്റെ കാട്ടിയും മോർ റിയാക്റ്റീവ് മെറ്റലാണ്. പിന്നെ വിച്ച് ഹാസ് ദ ഹയർ വാല്യൂ ഓഫ് വോൾട്ടേജ്, മെഗ്നീഷ്യം കോപ്പർ ഗാൽവനിക് സെൽ ഓർ അലൂമിനിയം കോപ്പർ ഗാൽവനിക് സെൽ. അപ്പം മെഗ്നീഷ്യം കോപ്പർ ഗാൽവനിക് സെൽ ഹയർ ആയിരിക്കും. ഓക്കെ, മെഗ്നീഷ്യം കോപ്പർ കാരണം മെഗ്നീഷ്യം അലുമിനിയത്തിൻ്റെ മുകളിലാണ് വരുന്നത്. ഹിയർ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഗാൽവനിക് സെൽ മെയ്ഡ് അപ്പ് ഓഫ് എ പെയർ ഓഫ് കോപ്പർ ആൻഡ് സിൽവർ ഇലക്ട്രോൺസ്. അപ്പോൾ സിൽവർ കോപ്പറിൻ്റെ കാട്ടിയും ലെസ് റിയാക്റ്റീവ് ആയതുകൊണ്ട് കോപ്പറാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കോപ്പർ ടു സിൽവർ ആയിരിക്കും എന്തുണ്ടാവുക? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുക. അപ്പം ഇതിൽ നിന്ന് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഇസ് ഫ്രം കോപ്പർ ഇലക്ട്രോൺ ടു സിൽവർ ഇലക്ട്രോൺ. അപ്പം ഇതെന്തുകൊണ്ടാണ്? അതൊക്കെ നമ്മളൊരു മെറ്റൽസിൻ്റെ ഒരു ഗ്രൂപ്പിനെ പറ്റി, ഒരു ലിസ്റ്റിനെ പറ്റി പഠിക്കും. അത് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് എന്നാണ് അതിനെ പറയുന്നത്. അത് നമ്മൾ വീഡിയോൻ്റെ അടുത്ത പാർട്ടിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.